ഇംഗ്ലീഷ് ക്ലാസ് 10 ഇംഗ്ലീഷ് യൂണിറ്റ് 2 ഫസ്റ്റ് ചാപ്റ്റർ പ്രൊജക്ട് ടൈഗർ. അതിലെ സമ്മറി, അതിൻ്റെ സമ്മറി നമുക്കിങ്ങനെ വളരെ ഈസി ആയിട്ട് പഠിക്കാം. ഏകദേശം 30 ഇംഗ്ലീഷ് വേർഡ്സാണ്. ഈ വേർഡ്സിനെ നന്നായി അർത്ഥം മനസ്സിലാക്കി സിമ്പിൾ സെൻറ്റൻസുകളാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ സമ്മറി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഫസ്റ്റ് വേർഡ് റീകളക്ട്സ്, ഓർമ്മിക്കുന്നു. സത്യജിത് റേ റീകളക്ട്സ് ഹൗ ഹി മാനേജ്ഡ് ടു ഷൂട്ട് എ ഫിലിം വിച്ച് ഇൻക്ലൂഡഡ് എ ടൈഗർ. സത്യജിത് റേ ഒരു ടൈഗർ ഉൾപ്പെട്ട സിനിമ എങ്ങനെയാണ് പ്രയാസപ്പെട്ട് ഷൂട്ട് ചെയ്തത് എന്ന് ഓർമ്മിക്കുന്നു. സത്യജിത് റേ റീകളക്ട്സ് ഹൗ ഹി മാനേജ്ഡ് ടു ഷൂട്ട് എ ഫിലിം വിച്ച് ഇൻക്ലൂഡഡ് എ ടൈഗർ. റിവീൽസ്, വെളിപ്പെടുത്തുന്നു, തുറന്നു പറയുന്നു. ഹി റിവീൽസ് ദ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഓഫ് ഫിലിം മേക്കിംഗ്. അദ്ദേഹം സിനിമാ നിർമ്മാണത്തിൻ്റെ സമ്മർദ്ദങ്ങളും പ്രയാസങ്ങളും തുറന്നു പറയുന്നു. ഹി റിവീൽസ് ദ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഓഫ് ഫിലിം മേക്കിംഗ്. വിറ്റ്നസ്ഡ്, സാക്ഷിയായി, നേരിട്ട് കണ്ടു. ഹി വിറ്റ്നസ്ഡ് a shooting in Hollywood 20 years ago. He witnessed a shooting in Hollywood 20 years ago. അദ്ദേഹം 20 വർഷങ്ങൾക്ക് മുമ്പ് ഹോളിവുഡിൽ ഒരു ഷൂട്ടിംഗ് നേരിട്ട് കണ്ടു. ഹീറോ, എ ലാർജ് ഡോഗ് വാസ് ദ ഹീറോ ഓഫ് ദ ഫിലിം, അല്ലെങ്കിൽ ദ ഹീറോ വാസ് എ ലാർജ് ഡോഗ്. അതിൻ്റെ ഹീറോ ഒരു വലിയൊരു ഡോഗായിരുന്നു. സ്റ്റാൻഡിൻ, പകരക്കാരൻ. പ്രധാനപ്പെട്ടൊരു വേർഡാണ് സ്റ്റാൻഡിൻ. എ പേഴ്സൺ ഹു ഈസ് സിമിലർ ടു ദ റിയൽ സ്റ്റാർ. അതായത് സ്റ്റാറുമായിട്ട് ശാരീരിക സാദൃശ്യമുള്ള ഒരു വ്യക്തി, അയാളെയാണ് സ്റ്റാൻഡിൻ എന്ന് പറയുക, പകരക്കാരൻ. ഡ്യൂപ്പ്, സിനിമാ താരങ്ങൾക്ക്, സൂപ്പർ സ്റ്റാറുകൾക്കൊക്കെ ഡ്യൂപ്പ് ഉണ്ടാവും, പകരക്കാരുണ്ടാവും, അതാണ് സ്റ്റാൻഡിൻ. ടു ഹിസ് amazement, a dwarf came as a stand-in for the dog. To his amazement, അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, a dwarf came, ഒരു കുള്ളൻ വന്നു, as stand-in, ഒരു പകരക്കാരനായിട്ട്, for the dog, ഡോഗിന് ഒരു പകരക്കാരനായിട്ട് ഒരു ഡ്വാർഫ് വന്നു, ഒരു കുള്ളൻ വന്നു. ആൽഫ്രഡ് ഹിച്ച്കോക്ക്. ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ ബേഡ്സ് എന്ന സിനിമയിൽ ധാരാളം ബേഡ്സിനെ ഉപയോഗിക്കുന്നുണ്ട്. ആൽഫ്രഡ് ഹിച്ച്കോക്ക് യൂസ്ഡ് എ വെറൈറ്റി ഓഫ് ബേഡ്സ് ഇൻ ഹിസ് ഫിലിം ബേഡ്സ്. അവിടെ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, ആൽഫ്രഡ് ഹിച്ച്കോക്ക് എന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹം ആരാന്നും കൂടിയും ഒരു കോമ ഇട്ടിട്ട് അദ്ദേഹത്തെ പറ്റി ഒരു അഡ്ജക്റ്റീവൽ ക്ലോസ് അവിടെ ആഡ് ചെയ്യുക. ആൽഫ്രഡ് ഹിച്ച്കോക്ക്, ദ ക്രിയേറ്റർ ഓഫ് സസ്പെൻസ് ഫിലിംസ്, അങ്ങനെ അവിടെ ആഡ് ചെയ്യുക, കോമ അവസാനിപ്പിക്കുക. പിന്നെ യൂസ്ഡ് എ വെറൈറ്റി ഓഫ് ബേഡ്സ് ഇൻ ഹിസ് ഫിലിം ബേഡ്സ്. ആൽഫ്രഡ് ഹിച്ച്കോക്ക് സസ്പെൻസ് ഫിലിമിൻ്റെ ക്രിയേറ്ററായ, സസ്പെൻസ് സിനിമകളുടെ നിർമ്മാതാവായ ആൽഫ്രഡ് ഹിച്ച്കോക്ക് അദ്ദേഹത്തിൻ്റെ ബേഡ്സ് എന്ന സിനിമയിൽ ധാരാളം ബേഡ്സിനെ ഉപയോഗിച്ചിട്ടുണ്ട്. മെയിൻലി യൂസ്ഡ്, പ്രധാനമായും ഉപയോഗിച്ചു. ഹി മെയിൻലി യൂസ്ഡ് റാവൻസ് ഇൻ ഹിസ് ഫിലിം. അദ്ദേഹത്തിൻ്റെ ഫിലിമിൽ റാവൻസിനെയാണ് പ്രധാനമായും ഉപയോഗിച്ചത്. റീകളക്ട്സ്, ഓർമ്മിക്കുന്നു, വീണ്ടും വന്നു. ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ ഓർമ്മിക്കുന്നു എന്നാണ്, അത് വീണ്ടും എഴുതി. റീകളക്ട്സ്, ഓർമ്മിക്കുന്നു. സത്യജിത് റേ റീകളക്ട്സ്, സത്യജിത് റേ ഓർമ്മിക്കുന്നു. ഹിസ് എക്സ്പീരിയൻസ് അബൌട്ട് എ ഫിലിം ഗൂബി ഗൈനെ ബാഗ ബൈനെ എന്ന ഫിലിമിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവം. വിച്ച് ഇൻക്ലൂഡഡ് എ ടൈഗർ, ഒരു ടൈഗർ ഉൾപ്പെട്ട. അപ്പോൾ സത്യജിത് റേ ഒരു ടൈഗർ ഉൾപ്പെട്ട ഗൂബി ഗൈനെ ബാഗ ബൈനെ എന്ന ഒരു ഫിലിമിനെ പറ്റിയുള്ള അനുഭവം ഓർമ്മിക്കുന്നു. സത്യജിത് റേ റീകളക്ട്സ് ഹിസ് എക്സ്പീരിയൻസ് അബൌട്ട് എ ഫിലിം ഗൂബി ഗൈനെ ബാഗ ബൈനെ വിച്ച് ഇൻക്ലൂഡഡ് എ ടൈഗർ. അതിൻ്റെ മീനിങ് മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് പഠിക്കാം. വലിയ സെൻറ്റൻസ് ആണ്, എന്നാലും അതിൻ്റെ മീനിങ് മനസ്സിലാക്കിയാൽ പാർട്ടായിട്ട് പഠിച്ചാൽ
വളരെ ഈസി ആയിട്ട് പഠിക്കാം. ഒന്നാമത്തെ സെൻറ്റൻസിൻ്റെ അതേപോലത്തെ ഒരു ചെറിയ മാറ്റങ്ങളോട് കൂടിയ സെൻറ്റൻസാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പോകാം. ഒക്കെ സിമ്പിൾ സെൻറ്റൻസുകളാണ്. ആദ്യത്തെ കുറച്ച് 4-5 സെൻറ്റൻസാണ് കുറച്ച് ടഫായിട്ടുള്ളത്. ഇനി അങ്ങോട്ട് വളരെ സിമ്പിൾ സെൻറ്റൻസുകളായിട്ട് നമുക്ക് പോകാം. അപ്രോച്ച്ഡ്, സമീപിച്ചു. ഹി അപ്രോച്ച്ഡ് ദ മാനേജർ ഓഫ് ഭാരത് സർക്കസ്. അദ്ദേഹം ഭാരത് സർക്കസിൻ്റെ മാനേജറെ സമീപിച്ചു. ദ മാനേജർ അറേഞ്ച്ഡ് മിസ്റ്റർ തോററ്റ്. മാനേജർ തോററ്റിനെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. ടു ഹെൽപ്പ് ഹിം, അദ്ദേഹത്തെ സഹായിക്കാനായിട്ട്. ദ മാനേജർ അറേഞ്ച്ഡ് മിസ്റ്റർ തോററ്റ് ടു ഹെൽപ്പ് ഹിം. മാനേജർ അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് തോററ്റിനെ ഏർപ്പാട് ചെയ്തു. അറേഞ്ച്ഡ് എന്ന് അറേഞ്ച്ഡ് ഏർപ്പാട് ചെയ്തു. റിംഗ് മാസ്റ്റർ. തോററ്റ് വാസ് എ റിംഗ് മാസ്റ്റർ ഇൻ ഭാരത് സർക്കസ്. തോററ്റ് ഭാരത് സർക്കസിലെ ഒരു റിംഗ് മാസ്റ്റർ ആയിരുന്നു. ഈ സെൻറ്റൻസ് മുതൽ, ഈ റിംഗ് മാസ്റ്റർ മുതൽ തോററ്റിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ്. SSLC പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടർ സ്കെച്ചാണ് തോററ്റിൻ്റെ. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ സ്കെച്ചസ് ആണ് തോററ്റിൻ്റെ. അതുകൊണ്ട് നമ്മൾ ആ സമ്മറിയിൽ തന്നെ ക്യാരക്ടർ സ്കെച്ച് ഉൾപ്പെടുത്തി പഠിക്കുകയാണ്. അപ്പോൾ വളരെ ഈസിയായി. നമുക്ക് എസ്സേയും കിട്ടി, ക്യാരക്ടർ സ്കെച്ചും കിട്ടി. അപ്പോൾ ഇത് മുതൽ ശ്രദ്ധിക്കണം. മിസ്റ്റർ തോററ്റ് വാസ് എ റിംഗ് മാസ്റ്റർ ഇൻ ഭാരത് സർക്കസ്. തോററ്റ് ഭാരത് സർക്കസിലെ ഒരു റിംഗ് മാസ്റ്റർ ആയിരുന്നു. ഹി വാസ് വെൽ ബിൽട്ട്, ഉറച്ച ശരീരമുള്ള. അയാൾ ഉറച്ച ശരീരമുള്ള ആളായിരുന്നു. ഹി വാസ് അബൌട്ട് 40. അയാൾക്ക് ഏകദേശം 40 വയസ്സായിരുന്നു. ഹി വാസ് അബൌട്ട് 40. അയാൾക്ക് ഏകദേശം 40 വയസ്സായിരുന്നു. ഹി വാസ് എ സൗത്ത് ഇന്ത്യൻ. അയാൾ സൗത്ത് ഇന്ത്യക്കാരനായിരുന്നു. കേരളം, തമിഴ്നാട് അങ്ങനെയുള്ള ഇന്ത്യയുടെ ഈ സൗത്ത് ഭാഗത്തുള്ളവരെയാണ് സൗത്ത് ഇന്ത്യൻ എന്ന് വിളിക്കുക. ഹി വാസ് എ സൗത്ത് ഇന്ത്യൻ. അയാളൊരു സൗത്ത് ഇന്ത്യക്കാരനായിരുന്നു. ഹി ലുക്ക്ഡ് ലൈക്ക് എ നേപ്പാളി. അയാളെ കാണാൻ ഒരു നേപ്പാളി ലുക്കായിരുന്നു. അയാളെ കാണാൻ ഒരു നേപ്പാളിയെ പോലെയായിരുന്നു. ഹി ലുക്ക്ഡ് ലൈക്ക് എ നേപ്പാളി. ഹി ഹാഡ് എ സ്കാർ ഓൺ ഹിസ് ആം. ഹി ഹാഡ് എ സ്കാർ ഓൺ ഹിസ് ആം കോസ്ഡ് ബൈ എ ടൈഗർ. അയാളുടെ കൈമേ ടൈഗർ മൂലമുണ്ടായിട്ടുള്ള, ടൈഗർ മാന്തിയ ഒരു പാടുണ്ടായിരുന്നു. ഹി ഹാഡ് എ സ്കാർ ഓൺ ഹിസ് ആം കോസ്ഡ് ബൈ എ ടൈഗർ. അദ്ദേഹത്തിൻ്റെ കയ്യിൽമേൽ, തോററ്റിൻ്റെ കയ്യിന്മേൽ ഒരു സ്കാറ്, മുറിവുണങ്ങിയ പാടുണ്ടായിരുന്നു. ഒരു ടൈഗർ കാരണമുണ്ടായ, ടൈഗർ മാന്തിയിട്ടുണ്ടായ മുറിവുണങ്ങിയ ഒരു പാടുണ്ടായിരുന്നു. ഹി വാസ് പ്രാക്ടിക്കൽ. അയാൾ പ്രാക്ടിക്കലായിരുന്നു. ഹി വാസ് പ്രാക്ടിക്കൽ. അയാൾ പ്രാക്ടിക്കലായിരുന്നു, പ്രായോഗിക ബുദ്ധിയുള്ള ആളായിരുന്നു. ഹി ബ്രോട്ട് 2 ടൈഗേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് 1. അയാൾ ഒന്നിന് പകരം 2 ടൈഗറിനെ കൊണ്ടുവന്നു. ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് അയാൾ ഒന്നിന് പകരം 2 ടൈഗറിനെ കൊണ്ടുവന്നു. ഹി വാണ്ടഡ് ടു പ്ലേ സേഫ്. കാരണം അയാൾ സുരക്ഷിതമായി കളിക്കാൻ ആഗ്രഹിച്ചു. കാരണം ഒരു ടൈഗർ ശരിയല്ലെങ്കിൽ മറ്റേതിന് ഉപയോഗിക്കാം. ഹി വാണ്ടഡ് ടു പ്ലേ സേഫ്. അയാൾ സുരക്ഷിതമായി കളിക്കാൻ ആഗ്രഹിച്ചു. ഹി മെയ്ഡ് എ കോളർ ഓഫ് ടൈഗർ സ്കിൻ. ടൈഗറിൻ്റെ തോലുകൊണ്ട്, ഒരു പുലിത്തോല് കൊണ്ട് ഒരു കോളർ ഉണ്ടാക്കി ടൈഗറിൻ്റെ കഴുത്തിൽ കെട്ടാൻ വേണ്ടിയിട്ട്. ഹി മെയ്ഡ് എ കോളർ ഓഫ് ടൈഗർ സ്കിൻ. ടൈഗറിൻ്റെ സ്കിന്ന് കൊണ്ട് ഒരു കോളർ ഉണ്ടാക്കി. ഹി ഫിക്സഡ് എ വയർ ടു ഇറ്റ്. അതിലേക്കൊരു കമ്പി കെട്ടി. ആ കോളറിൻ്റെ മുകളിൽ ഒരു കമ്പി കെട്ടി. ഹി ഫിക്സഡ് എ വയർ ടു ഇറ്റ്. അതിലേക്ക് ഒരു കമ്പി കെട്ടി. ദ ലോറി അറൈവ്ഡ് അറ്റ് ദ ലൊക്കേഷൻ. അറൈവ്ഡ്, എത്തിച്ചേർന്നു. ദ ലോറി അറൈവ്ഡ് അറ്റ് ദ ലൊക്കേഷൻ. ലോറി ലൊക്കേഷനിൽ എത്തിച്ചേർന്നു. തോററ്റ് ഓപ്പൺ ദ ഡോർ. തോററ്റ് ഡോർ തുറന്നു. തോററ്റ് ഓപ്പൺഡ് ദ ഡോർ. തോററ്റ് ഡോർ തുറന്നു. ദ ടൈഗർ ജംപ്ഡ്, റോൾഡ് ആൻഡ് ഡ്രാഗ്ഡ് തോററ്റ്. ഡോർ തുറന്നപ്പോൾ ടൈഗർ ചാടി, ഉരുണ്ടു, തോററ്റിനെ വലിച്ചുകൊണ്ടുപോയി. ദ ടൈഗർ ജംപ്ഡ്, റോൾഡ് ആൻഡ് ഡ്രാഗ്ഡ് തോററ്റ്. ടൈഗർ ചാടി, ഉരുണ്ടു, തോററ്റിനെ വലിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. വെൻ ദ ടൈഗർ കാംഡ് ഡൗൺ. ടൈഗർ ശാന്തനായപ്പോൾ ദേ സ്റ്റാർട്ടഡ് ഷൂട്ടിംഗ്. അവർ ഷൂട്ടിംഗ് ആരംഭിച്ചു. വെൻ ദ ടൈഗർ കാംഡ് ഡൗൺ. ടൈഗർ ശാന്തനായപ്പോൾ ദേ സ്റ്റാർട്ടഡ് ഷൂട്ടിംഗ്. അവർ ഷൂട്ടിംഗ് ആരംഭിച്ചു. ഇനി ടൈഗർ എന്താണ് ചെയ്യേണ്ടതെന്നാണ്. 4 കാര്യങ്ങളാണ് ടൈഗർ ചെയ്യേണ്ടത്. ടൈഗർ ചെയ്യേണ്ടത് 4 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? കം, വാക്ക്, ലുക്ക്, ഗോ. ഈ 4 കാര്യങ്ങളാണ് ടൈഗർ ചെയ്യേണ്ടത്. ചെയ്യണം എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കേണ്ട ഹെൽപ്പ് വേർബ് ഷുഡാണ്. ഷുഡ് ഒന്നിൻ്റെ മുകളിൽ ചേർത്താൽ മതി. ദ ടൈഗർ ഷുഡ് കം ഫ്രം എ ബാംബു ഗ്രൂവ്.
ടൈഗർ ഒരു മുളം കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരണം, പുറത്തേക്ക് വരണം. ദ ടൈഗർ ഷുഡ് കം ഔട്ട് ഫ്രം എ ബാംബു ഗ്രൂവ്, വാക്ക് ജെന്റ്ലി, പതുക്കെ നടക്കണം, അല്ലെങ്കിൽ വാക്ക് സ്ലോലി, പതുക്കെ നടക്കണം. ലുക്ക് അറ്റ് ദ ക്യാമറ, ക്യാമറയിലേക്ക് നോക്കണം. ആൻഡ് ഗോ ബാക്ക്, എന്നിട്ട് തിരിച്ചു പോകണം. ഈ 4 കാര്യങ്ങളാണ് ടൈഗർ ചെയ്യേണ്ടത്. ടൈഗർ ഷുഡ് കം ഔട്ട് ഫ്രം എ ബാംബു ഗ്രൂവ്, വാക്ക് സ്ലോലി, ലുക്ക് അറ്റ് ദ ക്യാമറ ആൻഡ് ഗോ ബാക്ക്. ടൈഗർ ഒരു മുളങ്കാട്ടിൽ നിന്ന് പുറത്തു വരണം, പതുക്കെ നടക്കണം, ക്യാമറയിലേക്ക് നോക്കണം, എന്നിട്ട് തിരിച്ചു പോകണം. ഓക്കെ, ഇതാണ് ടൈഗർ ചെയ്യേണ്ട 4 കാര്യം. ബട്ട് ദ ക്യാമറ ഫെയിൽഡ്, ക്യാമറ ശരിക്കും പ്രവർത്തിച്ചില്ല. ബട്ട് ദ ക്യാമറ ഫെയിൽഡ്, ക്യാമറ ശരിക്കും പ്രവർത്തിച്ചില്ല. ദേ ഹാഡ് ടു ഷൂട്ട് അഗെയിൻ, അവർക്ക് വീണ്ടും ഷൂട്ട് ചെയ്യേണ്ടി വന്നു, ഷൂട്ടിങ് വീണ്ടും ചെയ്യേണ്ടി വന്നു. ദേ ഹാഡ് ടു ഷൂട്ട് ഓൾ ദ സീൻസ് അഗെയിൻ, ദേ ഹാഡ് ടു ഷൂട്ട് ഓൾ ദ സീൻസ് അഗെയിൻ, അവർക്ക് എല്ലാ സീനുകളും വീണ്ടും ഷൂട്ട് ചെയ്യേണ്ടി വന്നു. They went to another location. They went to another location. അവർ മറ്റൊരു ലൊക്കേഷനിലേക്ക് പോയി. They went to another location. അവർ മറ്റൊരു ലൊക്കേഷനിലേക്ക് പോയി. The people crowded there. ജനങ്ങൾ അവിടെ തടിച്ചുകൂടി. The people crowded there. ആളുകൾ അവിടെ തടിച്ചുകൂടി. The tiger charged at the people. ടൈഗർ ജനങ്ങൾക്ക് നേരെ ചാടി. The tiger charged at the people. ടൈഗർ ജനങ്ങൾക്ക് നേരെ ചാടി. കുഴപ്പമില്ല, കമ്പി കൊണ്ട് കെട്ടിയിട്ടുണ്ട്, കോളർ കെട്ടിയിട്ടുണ്ട്, കമ്പി കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ദ പീപ്പിൾ ഫ്ലഡ്, ജനങ്ങൾ ഓടി രക്ഷപ്പെട്ടു. ദ പീപ്പിൾ ഫ്ലഡ്, ജനങ്ങൾ ഓടി രക്ഷപ്പെട്ടു. ഫ്ലഡ് ഇപ്പോൾ കുറേ ചൈനീസ് റവല്യൂഷനിൽ ഫ്ലഡ് പഠിച്ചു, റഷ്യൻ റവല്യൂഷനിൽ ഫ്ലഡ് പഠിച്ചു, അങ്ങനെ പല സ്ഥലത്തും നമ്മൾ ഫ്ലഡ് പഠിച്ചിട്ടുണ്ട്. മറക്കരുത്, ഓടി രക്ഷപ്പെട്ടു. ഇവിടെ ആരും ഓടി രക്ഷപ്പെട്ട്? ദ പീപ്പിൾ ഫ്ലഡ്, ജനങ്ങൾ ഓടി രക്ഷപ്പെട്ടു. ദേ ടുക്ക് ഇനഫ് ഷോട്ട്സ്, അവർ വേണ്ടത്ര ഷൂട്ടിങ് നടത്തി, ഷോട്ട് എടുത്തു, വേണ്ടത്ര സീനുകൾ അവർ ഷൂട്ട് ചെയ്തു. ദേ ടുക്ക് ഇനഫ് ഷോട്ട്സ്, ഇനഫ് വേണ്ടത്ര, അവർ വേണ്ടത്ര സീനുകൾ ഷൂട്ട് ചെയ്തു. ഇതാണ് പ്രൊജക്ട് ടൈഗറിൻ്റെ സമ്മറി. SSLCക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സമ്മറിയാണ് പ്രൊജക്ട് ടൈഗർ. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഈ സമ്മറി പഠിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. എസ്സേ എഴുതാം, ക്യാരക്ടർ സ്കെച്ച് എഴുതാം, ഡയറി എഴുതാം, ലെറ്റർ എഴുതാം, കോൺവെർസേഷൻ എഴുതാം, ന്യൂസ് റിപ്പോർട്ട് എഴുതാം. ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു സമ്മറിയിൽ നിന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സമ്മറി. നിങ്ങൾ ഏറ്റവും നന്നായി പഠിക്കണം. അതിനുവേണ്ടി ബൈ ഹാർട്ട് പഠിക്കേണ്ട, വേർഡ്സ് ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക, വേർഡ്സ് നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക, സെൻറ്റൻസ് സ്വയം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ആ രീതിയിൽ തന്നെ പഠിക്കുക, ബൈ ഹാർട്ട് ഒഴിവാക്കുക. അപ്പോൾ നന്നായി മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും, നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവുകയും ചെയ്യും.